മാതാപിതാക്കളെ അനുജത്തെയും ഉരുളെടുത്തു. ശ്രുതിക്ക് ഏക തുണയായിരുന്ന ജെൻസൺ വാഹനാപകടത്തിൽ ഗുരുതരാവസ്ഥയിൽ. കൽപ്പറ്റ ബസും വാനും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ അമ്പലവയൽ സ്വദേശി ജെൻസന്റെ നില ഗുരുതരമായി തുടരുന്നു. വയനാട് ദുരന്തത്തിൽ മാതാപിതാക്കളെയും സഹോദരിയും നഷ്ടപ്പെട്ട ചൂരൽമല സ്വദേശി ശ്രുതിയുടെ പ്രതിശ്രുത വരനാണ് ജെൻസൺ. ഇന്നലെ വൈകിട്ട് വയനാട് കൽപ്പറ്റ വെള്ളാരംകുന്നിലാണ് അപകടമുണ്ടായത്. സ്വകാര്യ ബസ് വാനുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. വാഹനാപകടത്തിൽ 9 പേർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരിൽ ഉൾപ്പെട്ട ശ്രുതിയെയും ജെൻസനെയും കൽപ്പറ്റയിലെ സ്വകാര്യ ആശുപത്രി പ്രവേശിപ്പിച്ചെങ്കിലും തലയ്ക്ക് പരിക്കേറ്റ ജെൻസനെ അടിയന്തരമായി മേപ്പാടി മൂപ്പേഴ്സ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. കുടുംബത്തോടൊപ്പം കോഴിക്കോട്ടെ ബന്ധുവീട്ടിലേക്ക് പോവുകയായിരുന്നു ജെൻസനും ശ്രുതിയും. വാനിലായിരുന്നു ഇവർ സഞ്ചരിച്ചതെന്ന്. വെള്ളാരംകുന്ന് മേഖലയിലെ വളവിൽ വെച്ച് ഇവർ സഞ്ചരിച്ച വാൻ സ്വകാര്യ ബസ്സുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ജെൻസനും തലയ്ക്കും മുഖത്തുമാണ് ഗുരുതരമായി പരിക്കേറ്റത്. മുഖത്ത് പൊട്ടലുണ്ട്, കാലിനൊടിവുണ്ട്, ആന്തരിക രക്തസ്രാവം ഉണ്ടെന്നും ഡോക്ടർമാർ പറയുന്നു. മരുന്നുകളോട് പ്രതികരിക്കുന്നില്ലെന്നും വിവരമുണ്ട്. ശ്രുതിക്ക് കാലിന് പരിക്കേറ്റതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം തന്നെ ശസ്ത്രക്രിയ നടത്തിയിരുന്നു. വയനാട് ഉരുൾപൊട്ടലിൽ ശ്രുതിയുടെ അച്ഛൻ ശിവാനൻ, അമ്മ സബിത, അനുജിത്, ശ്രേയ എന്നിവരെ കാണാതായിരുന്നു. ശ്രേയയുടെ മൃതദേഹം മാത്രമാണ് ലഭിച്ചത്. ബന്ധുവീട്ടിലായിരുന്നതിനാൽ ശ്രുതി ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ശ്രുതിയുടെ വിവാഹം ഡിസംബറിൽ നടത്താൻ നിശ്ചയിച്ചിരുന്നു. കല്യാണ ആവശ്യത്തിന് 4 ലക്ഷം രൂപയും 15 പവനും സ്വരുകൂട്ടിയിരുന്നു. അത് ഉരുളെടുത്തു. 10 വർഷമായി പ്രണയത്തിലാണ് ശ്രുതിയും ജെൻസണും. ഇതിനിടെ അപ്രതീക്ഷിതമായാണ് ശ്രുതിയുടെ മാതാപിതാക്കളുടെയും അനുജത്തിന്റെയും ജീവൻ ഉരുൾ കവർന്നെടുക്കുന്നത്.